പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം. മേപ്പാടി പ്രകൃതി ദുരന്തം. മജ്‌ലിസ് സ്ഥാപനങ്ങൾ 10 വീടുകൾ നിർമ്മിച്ചു നൽകുകയും കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുകയും ചെയ്യും. നമ്മൾ ആകസ്മികമായി ഈ വയനാട്ടിൽ വന്നിട്ടുള്ള ദുരന്തം നമ്മൾ മജ്‌ലിസ് സ്ഥാപനങ്ങൾ അതിൽ കമ്മിറ്റി കൂടി അതിനൊരു സഹായ വാഗ്ദാനം നൽകിക്കൊണ്ടുള്ള പ്രസ്താവന സമൂഹത്തിൽ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചു കൂടിയുള്ളത്. നമ്മൾ 40 വർഷമായി ഈ മജ്‌ലിസ് സ്ഥാപനങ്ങൾ ഇവിടെ തുടങ്ങിയ മുതൽ തന്നെ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനത്തോട് കൂടെ തന്നെ അന്ന് തന്നെ നമ്മൾ തുടങ്ങിയതാണ്. നമ്മൾ ഇവിടെ തുടങ്ങിയ അറബിക് കോളേജുകളിലും അതുപോലെ തന്നെ വാഫി കോളേജിലും 100% ഫ്രീ ആയിട്ടാണ് കുട്ടികളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോളേജിൻ്റെ അഫിലിയേഷൻ 95 തുടങ്ങിയ സമയത്തും പോളിടെക്നിക്ക് 2018 തുടങ്ങിയ സമയത്തുമൊക്കെ 20% മാനേജ്മെൻറ്റ് കോട്ടയുള്ള കുട്ടികൾക്ക് ഒരു നയാ പൈസയും നമ്മൾ ഫീസോ മറ്റ് ആനുകൂല്യങ്ങളോ വാങ്ങാതെ നിലവിൽ 300-ലധികം കുട്ടികൾ ഉയർന്ന വിദ്യാഭ്യാസം ഇവിടെ നമ്മൾ നൽകി വരുന്നുണ്ട്. BSc, MSc ഫിസിക്സ്, MSc മൈക്രോളജി പോലത്തെ അതിനൂതനമായ വലിയ ഫീസുള്ള ബ്രാഞ്ചുകളിൽ പോലും ഫ്രീ ആയിട്ട് നമ്മൾ ഇപ്പോൾ ഈ വർഷവും നമ്മൾ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്. തുടർന്ന് നോഡൽ ഓഫീസർക്ക് അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കൺസേൺഡ് പഞ്ചായത്ത് പ്രസിഡന്റ്, കൺസേൺഡ് വില്ലേജ് ഓഫീസർക്കൊക്കെ എന്ന പേപ്പർ മെയിൽ അയക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിലുള്ള എല്ലാ വിഷയങ്ങളും നിങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുകയാണ്. ഇതാണ് നമുക്ക് ഇന്നത്തെ പത്രസമ്മേളനം വിട്ടുകൂട്ടാനുണ്ടായത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടുന്ന് ലിസ്റ്റ് കിട്ടിയാൽ നമുക്കിവിടെ ഗവൺമെൻറ് മുഖേന ലിസ്റ്റ് കിട്ടിയാൽ നമുക്ക് നാളെ മുതൽ തന്നെ അഡ്മിഷൻ കൊടുത്ത് അവരെ തുടർ പഠനം നടത്തുന്നതിന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പത്രസമ്മേളനത്തിന് മുമ്പ് തന്നെ നമ്മളിന്ന് കമ്മിറ്റി തീരുമാനം അവർക്ക് അവിടുത്തെ വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് പ്രസിഡന്റിന്, അവിടുത്തെ റിലീഫ് നോഡൽ ഓഫീസർക്ക് നമ്മൾ അയച്ചു കൊടുത്തു. ബന്ധപ്പെട്ട MLAക്ക് ഒന്ന് അയച്ചു കൊടുത്തു. നമ്മളെ MLA ഇന്നത്തെ ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. വേറെ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് പോയതാണ്. MLA അവിടുത്തെ MLA ചീഫുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കാര്യങ്ങൾ തെളിവുപെടുത്തുന്നതിന് വേണ്ടി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മലബാറിനെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ 40 വർഷത്തിലധികമായി വളാഞ്ചേരിയിലെ പുറമണ്ണൂരിൽ സ്ഥാപിച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് മജ്‌ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച അതിദാരുണമായ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവർക്ക് വിവിധ സ്ഥാപനങ്ങളിലെ NSS യൂണിറ്റ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യ സാധനങ്ങൾ കളക്ട് ചെയ്യുകയും അവ തൊട്ടടുത്ത ദിവസം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ദുരിതബാധിതരായ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുക എന്നത് മജ്‌ലിസ് സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമായി കണക്കാക്കിക്കൊണ്ട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട നിലവിൽ കോളേജിൽ 1ാം വർഷ BCom CA പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനിക്ക് ഉൾപ്പെടെ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസുകളിലും 18 UG പ്രോഗ്രാമുകളിലും 7 PG പ്രോഗ്രാമുകളുമുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എല്ലാ ബാച്ചുകളിലും TTIയിലെ ഒരു ബാച്ചിലും വാഫി സയൻസ് വിഷയത്തിലുള്ള +1 ബാച്ചിലും പോളിടെക്നിക് കോളേജിലെ 5 ബാച്ചിലും വയനാട് പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട നിരാലംബരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പ്രവേശനം നൽകും. അവരുടെ പഠനവും ഹോസ്റ്റൽ അടക്കമുള്ള മുഴുവൻ ചിലവുകളും മജ്‌ലിസ് വഹിക്കും. പ്രസ്തുത കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ പൂർത്തീകരണം വരെ തുടർ പഠനം അനുവദിക്കുന്നതാണ്. കൂടാതെ വയനാട് പ്രകൃതി ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട 10 കുടുംബങ്ങൾക്ക് മജ്‌ലിസ് സ്ഥാപനങ്ങളുടെ NSS യൂണിറ്റുകളുടെ കീഴിൽ വീടുകൾ നിർമ്മിച്ചു നൽകും. പ്രദേശത്ത് കുടിവെള്ളം, മറ്റു സൗകര്യങ്ങൾ എന്നിവ നടപ്പിലാക്കുന്നതിനും മജ്‌ലിസ് വിദ്യാഭ്യാസ സമുച്ചയം സന്നദ്ധമാണ്. ഇതിലേക്ക് ആവശ്യമായ അർഹരായ കുട്ടികളുടെ അലോട്ട്മെന്റും വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലത്തിന്റെ നിർണയവും ചെയ്തു തരണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടും. അഡ്മിഷൻ പ്രക്രിയ അവസാന ഘട്ടത്തിലായതിനാൽ കുട്ടികളുടെ ലിസ്റ്റ് ഏറ്റവും അടുത്ത ദിവസത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മജ്‌ലിസ് പ്രസിഡന്റ് KS തങ്ങൾ, ജനറൽ സെക്രട്ടറി AP മുസ്തഫൽ ഫൈസി, സെക്രട്ടറി CP ഹംസ, ചെയർമാൻ സലീം കുരുവമ്പലം, ട്രഷറർ മാനു ഹാജി, കമ്മിറ്റി മെമ്പർ ഹംസ മാസ്റ്റർ, സിദ്ദിഖ് ഹാജി, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ U അബ്ദുൽ കരീം, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് കുട്ടി, ഡയറക്ടർ നൌഷാദ്, പോളിടെക്നിക് പ്രിൻസിപ്പൽ ഷെരീഫ്,
NSS പ്രോഗ്രാം ഓഫീസർ സുനേഷ് പാറയിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 20% പാവപ്പെട്ടവർക്ക് സീറ്റുകൾ നീക്കിവെച്ച ഒരു സംവിധാനമാണ് ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നത്, ഇപ്പോഴും തുടരും. അതിനിടെയാണ് ഇപ്പോൾ പെട്ടെന്ന് വയനാട്ടിൽ ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അന്തസാരി പറഞ്ഞതുപോലെ പരമാവധി ആ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിച്ച് ഇന്നത്തെ യോഗത്തിൽ അവിടെയുള്ള പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികളെ ഒക്കെ ഇവിടെ ചേർത്ത് അവരെ എല്ലാ സൗകര്യങ്ങളും നൽകി അവരെ പഠിപ്പിക്കുക. പിന്നെ അവിടെ പാവപ്പെട്ടവർക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിച്ച ഇപ്പോഴത്തെ ഈ കെടുതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അനുഭവിച്ചവർക്ക് നിശ്ചിത കുടുംബങ്ങൾക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക, 10 വീട് ഉണ്ടാക്കി കൊടുക്കുക എന്നതൊക്കെ ഇപ്പോൾ തീരുമാനിച്ചതാണ്. അത് നിലവിൽ നമ്മുടെ ഗവൺമെൻറ്റുമായും ആ രാജ്യത്തുള്ള നമ്മുടെ അതിൻ്റെ പഞ്ചായത്ത് പ്രവർത്തകർ നേതാക്കൾ അവരുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് നല്ല ഒരു കൂട്ടായ്മയിൽ ആ കാര്യങ്ങൾ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്ത് സഹായം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചർച്ചയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ സമയത്ത് പ്രോഗ്രാം ഓഫീസർ എന്നുള്ള രീതിയിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് നമ്മുടെ ഈ ഒരു കുട്ടിയുടെ കേസാണ് എമർജൻസി ആയിട്ട് നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ അത് അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു. അവർ കളക്ഷൻ തുടങ്ങി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ 1 ലക്ഷം ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ മിനിഞ്ഞാന്നാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ കളക്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പാരലായിട്ടുള്ള കളക്ഷൻ കൂടെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട് ഇത്തരം ഒരു ഇനീഷ്യേറ്റീവിന് വേണ്ടിയിട്ട്.